കഷ്ടത, സ്തോത്രം, എത്ര പൊങ്ങിയാലും അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെയുള്ളൂ ഓരോ കഷ്ടതയും. പ്രൈസ് ഗോഡ്. അതിൻ്റെ ശക്തി കുറഞ്ഞ് അതങ്ങ് ഇല്ലാതെയാകും. ഞാനും നിങ്ങളും ഇല്ലാതാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകൾ നമ്മളെ ഇല്ലാതാക്കത്തില്ല, പിന്നെയോ കഷ്ടതകൾ ഇല്ലാതാകത്തേ ഉള്ളൂ. അതിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നിടും. അതുപോലൊരു കാഴ്ചപ്പാട് ലഭിച്ച ജനത്തിന് മാത്രമേ അത് സാരമില്ല. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടാനുള്ളൊരു തേജസ്സുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. എന്നെ നിങ്ങളെ തേജസ്സിന്റെ വസ്ത്രം ഉടുപ്പിക്കാൻ പോവുക ദൈവം. സ്തോത്രം. ഏദനിൽ ആദാം നഷ്ടമാക്കിയ തേജസ്സിന്റെ വസ്ത്രം എനിക്കും നിങ്ങൾക്കും വേണ്ടി പുത്രനാം ദൈവത്തിന്റെ കാൽവറി യാഗത്താൽ സൗജന്യമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിത്യതയിൽ ആ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് തേജസ്സിന്റെ ദൈവത്തെ ആരാധിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ പ്രാപ്തി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. 6 കഷ്ടങ്ങൾ വന്നാലും അതിൽ നിന്ന് വിടുവിക്കും. 7ാമത്തേതിൽ തിന്മ തൊടാതെ വണ്ണം സൂക്ഷിക്കും. 7ാമത്തേതിൽ തിന്മ തൊടാതെ വണ്ണം സൂക്ഷിക്കും. ഇതുപോലെ ഈ ഭൂമിയുടെ പരപ്പിൽ നിലനിർത്തുന്ന ദൈവ സ്നേഹത്തിനായി കരമുയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്താ ഈ ഉറപ്പ് നമുക്ക്? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ അങ്ങനെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള മനസ്സുള്ള ഒരു കർത്താവുണ്ട്. അവൻ മരിച്ചു തീർന്നില്ല. അവൻ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നവനായി നമ്മോടുകൂടെയുണ്ട്. കരമുയർത്തി ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.